നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മോണയിൽ കാണുന്ന സൗന്ദര്യ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ മോണയിൽ പ്രധാനമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മോണയിൽ അമിതമായിട്ടുള്ള കോശങ്ങളുടെ വളർച്ച കാരണം മോണയിൽ ഒരു തടിപ്പ് കാണപ്പെടുന്നു. അത് ചില ഏരിയയിൽ മാത്രം ചിലപ്പോൾ ഒതുങ്ങി നിൽക്കാം. ചെറിയ കുമിളകൾ പോലെ കാണുന്നുണ്ടാവാം. ചെറിയൊരു മഞ്ചാടിയുടെ വലിപ്പത്തിലൊക്കെ തുടങ്ങിയിട്ട് കുറച്ചുകൂടി കഴിയുമ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലൊക്കെ വരുന്ന തരത്തിലുള്ള സ്വെല്ലിങ്ങുകൾ, ജിഞ്ചേവൽ സ്വെല്ലിങ്ങുകളായിട്ട് കാണാം. അത് പല കാര്യങ്ങൾ കൊണ്ടുവരാം. അത് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു നീർവീക്കം കാരണം സംജാതമാകാറുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയൊരു ട്യൂമർ പോലെയുള്ള ഗ്രോത്തുകൾ കാരണം അത് നമുക്ക് ബിനൈൻ ആയിട്ടുള്ള ഗ്രോത്ത് ആയിരിക്കും. ഒരു ദശ വളർച്ചയായിരിക്കും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമുക്കത് അവിടുന്ന് ദശയെടുത്ത് പരിശോധിക്കേണ്ടതായിട്ട് വരും. ബയോപ്സി എടുത്ത് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള സ്വെല്ലിങ്ങുകൾ ചിലപ്പോൾ അഭംഗി സൃഷ്ടിച്ചേക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് ദശ എടുത്ത് പരിശോധിച്ചിട്ട് അത് ഏത് ഗണത്തിൽപ്പെടുന്നതാണ്, അത് നീർവീക്കം കാരണം വന്നതാണോ അതോ മറ്റെന്തെങ്കിലുമൊക്കെ അസുഖത്തിൻ്റെ ഈ സൈഡ് എഫക്റ്റായിട്ട് പാർശ്വഫലമായിട്ട് വന്നതാണോ എന്നൊക്കെ തന്നെ അറിയേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ചില ആൾക്കാർ നോക്കിക്കഴിഞ്ഞാൽ മോണ മുഴുവൻ മൂടിയിരിക്കുക, മോണെ നന്നായിട്ട് വീർത്ത് വരുന്ന അവസ്ഥയുണ്ട്. അത് ചിലപ്പോൾ പല മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട് വരാറുണ്ട് സാധാരണ. അപ്പോൾ മോണ വീർക്കുന്ന അവസ്ഥ, മോണയിലൊരു കാലിലൊക്കെ മന്ത് വന്നതുപോലെ മോണ വീർക്കുന്ന അവസ്ഥയുണ്ട്. ജിഞ്ചൈവൽ ഓവർ ഗ്രോത്ത് എന്ന് പറയാം, അല്ലെങ്കിൽ ഗം എൻലാർജ്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് പല കാര്യങ്ങൾ കൊണ്ട് സംഭവിക്കാറുണ്ട്. കൂടുതലായിട്ട് ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലമായിട്ട്, ഇപ്പോൾ നമ്മുടെ ബി പിക്ക് കഴിക്കുന്ന ചില മരുന്നുകളുടെ പാർശ്വഫലമായിട്ട് വരാം. അവയവ മാറ്റ ശസ്ത്രക്രിയ ചെയ്യുന്ന ആൾക്കാരിൽ നമ്മൾ ചില ഈ സൈക്ലോസ്പോറിൻ പോലെയുള്ള ചില മരുന്നുകളുണ്ട്. അപ്പോൾ അവ കഴിക്കുന്ന ആൾക്കാർക്ക് വരാം. അതോടൊപ്പം തന്നെ ചിലർ അപസ്മാരത്തിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ വരാം. അപ്പോൾ അത്തരത്തിലുള്ള ചില, പ്രത്യേകിച്ച് ബി പിക്ക് കഴിക്കുന്ന കാൽഷ്യം ചാനൽ ബ്ലോക്കറിൽ പെടുന്ന അമിലോഡെപ്പിൻ പോലെയുള്ള മരുന്നുകളുടെയൊക്കെ ദീർഘനാളുകളായിട്ടുള്ള ഉപയോഗം കാരണം വരാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രധാനമായിട്ടും ശുചിത്വക്കുറവ് കാരണം അവിടെ നീർവീക്കം സംജാതമായിട്ട് ഇൻഫ്ലമേഷൻ കാരണമുള്ള ഒരു ജിഞ്ചൈവൽ എൻലാർജ്മെൻറ്റ് കാണാറുണ്ട്. ചില മരുന്നുകളുടെയൊക്കെ പാർശ്വഫലം പറഞ്ഞു. അതോടൊപ്പം തന്നെ ചില ഹോർമോണൽ വ്യതിയാനം കാരണം, ഇപ്പോൾ സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആർത്തവ ചക്രങ്ങളുടെ കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ആർത്തവ വിരാമത്തിൻ്റെ സമയങ്ങളിൽ, അല്ലെങ്കിൽ അത് തുടങ്ങുന്ന വേളയിലൊക്കെ തന്നെ വരാറുണ്ട്. ചില വൈറ്റമിനുകളുടെ ഇപ്പോൾ അഭാവം, പ്രധാനമായിട്ടും മോണയ്ക്ക് വേണ്ട ഒന്നാണ് വൈറ്റമിൻ സി എന്ന് പറയുന്നത്. അപ്പോൾ സിങ്കും വൈറ്റമിൻ സിയും വന്നാലാണ് മോണയിലെ പ്രധാനപ്പെട്ട പ്രോട്ടീനായിട്ടുള്ള കൊളാജൻ വളരെ ഊർജ്ജസ്വലമായിട്ട് വളരെ ശക്തിയോടെ ഇരിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ ഒരു കൊളാജൻ ഡാമേജ്ഡ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്കർവി പോലെ വൈറ്റമിൻ സി കുറയുന്ന കണ്ടീഷനിൽ സ്കോർബ്യൂട്ടിക് ആയിട്ടുള്ള ഗം ഓവർ ഗ്രോത്ത് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില മരുന്നുകൾ പ്രത്യേക തരത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനം, ഇപ്പോൾ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ പോലെയുള്ള ഹോർമോണുകളുടെ വ്യതിയാനം കാരണവും നമുക്ക് ഈ പറഞ്ഞ പോലെ ദശാവളർച്ച ഉണ്ടാകാറുണ്ട്. ചില കേസുകളിൽ ഒരു കാരണവുമില്ലാതെ ദശാവളർച്ച ഉണ്ടാകാറുണ്ട്. അപ്പോൾ പല പല പ്രശ്നങ്ങൾ കാരണം, അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഘുവായിട്ടുള്ള ഒരു ശസ്ത്രക്രിയ വഴി നമുക്ക് ആ ഒരു ഡിസീസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഓവറായിട്ട് അമിതമായിട്ട് വളർന്നു നിൽക്കുന്ന ആ ദശയെ നീക്കം ചെയ്യാൻ സാധിക്കും. അത്തരത്തിൽ ദശ നീക്കം ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ജിഞ്ചിവെക്ടമി എന്ന് പറയാറുണ്ട്. അപ്പോൾ ജിഞ്ചിവെക്ടമി ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്കാൽപ്പലുകൾ അല്ലെങ്കിൽ ബി പി ബ്ലൈഡുകൾ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ലേസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കത് കൃത്യമായിട്ട് കുറച്ചുകൂടി ആയാസകരമായിട്ട് വേദനാരഹിതമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇലക്ട്രോ സർജിക്കൽ ടെക്നോളജി, ക്രയോ സർജിക്കൽ ടെക്നിക്കൊക്കെ തന്നെ നമുക്കിതിനായിട്ട് നിലവിലുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ മോണയിൽ ചിലപ്പോൾ കാണുന്ന അമിതമായിട്ടുള്ള നിറവ്യത്യാസം, ഒരു ഇരുണ്ട നിറം കാണുന്ന അവസ്ഥയുണ്ട്. നമ്മുടെ ശരീരത്തിൽ എവിടെയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ മോണയിലും നമ്മുടെ മെലാനിൻ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെൻറ്റ് കൂടുതലായിട്ട് കോശങ്ങളിൽ സ്ട്രാറ്റം ബേസൈൽ എന്ന് പറയുന്ന ഒരു ലെയറിൽ അടിഞ്ഞു കൂടുന്നത് കാരണമാണ് കൂടുതലായിട്ട് ഈ ഒരു ഇരുണ്ട നിറം കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇരുണ്ട നിറമുള്ള മോണയാണെന്നുണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റിയിട്ട് പൂർവാധികം പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ചികിത്സയെ നമ്മൾ പറയുന്ന ഡീ പിഗ്മെൻറ്റേഷൻ എന്ന് പറയാറുണ്ട്. അതായത് പിഗ്മെൻറ്റേഷൻ നീക്കം ചെയ്ത് കളയുന്നു. സാധാരണയായിട്ടിത് ത്വക്കിലൊക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അറിവുള്ള ഒരു കാര്യമാണ്. സ്കിന്നിലൊക്കെ ടാനിങ് ഒക്കെ മാറ്റാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ മോണയിൽ നമുക്കതിനെ പല രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സ്കാൽപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് സ്ക്രേപ്പ് ചെയ്ത് മാറ്റാൻ സാധിക്കും. അവിടെയും നമുക്ക് ലേസറുകൾ ഉപയോഗിക്കാം. അതിനായിട്ട് തന്നെ പ്രത്യേക നിർമ്മിതമായിട്ടുള്ള സെറാമിക് സോഫ്റ്റ് ടിഷ്യൂ ട്രിമ്മിങ് ബറുകളുണ്ട്, ചെറിയ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹൈ സ്പീഡിൽ അതിനെ ഒന്ന് റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇലക്ട്രോ സർജിക്കൽ മെത്തേഡും ക്രയോ സർജറി മെത്തേഡും ഒക്കെ തന്നെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും പല പല ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കറുത്ത അല്ലെങ്കിൽ ഇരുണ്ട നിറത്തിലുള്ള മോണയും നീക്കം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ പ്രധാനമായിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മോണയുടെ പിൻവാങ്ങൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് പല്ലുകളിൽ വേര് തെളിഞ്ഞു കാണുന്നു. കാരണം മോണ കൂടുതൽ അകത്തേക്ക്, അതായത് മേൽത്താടിയിലാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക്, കീഴ്ത്താടിയിലാണെന്നുണ്ടെങ്കിൽ താഴേക്ക് പിൻവാങ്ങുന്നു. അപ്പോൾ അത്തരത്തിൽ
ഒരു പല്ലുകളിലാണോ പിൻവാങ്ങുന്നത്, ഒരുപാട് കൂട്ടമായിട്ട് പിൻവാങ്ങിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. ഒരു പല്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള തൊട്ടടുത്തുള്ള പല്ലിൻ്റെ മോണയിൽ നിന്നും ആ ഒരു ദശ സന്നിവേശിപ്പിച്ച് ലാറ്ററൽ സ്ലൈഡിംഗ് ഫ്ലാപ്പ് പോലെയുള്ള ലഘുവായിട്ടുള്ള ശസ്ത്രക്രിയകൾ ചെയ്യാവുന്നതാണ്. ഒരുപാട് പല്ലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അണ്ണാക്കിൽ നിന്നും ദശ എടുത്തിട്ട് അതിനെ ഈ മോണയിൽ നഷ്ടപ്പെട്ട ഭാഗത്തേക്ക് സന്നിവേശിപ്പിച്ചെടുക്കുന്ന തരത്തിലുള്ള മ്യൂക്കോജിഞ്ചൈവൽ സർജറി അല്ലെങ്കിൽ പെരിഡോണ്ടൽ പ്ലാസ്റ്റിക് സർജറി പോലെയുള്ള ശസ്ത്രക്രിയകളൊന്നും ലഭ്യമാണ്. അത് വളരെ സൂക്ഷ്മതയോടെ വളരെ പ്രിസൈസ് ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളിന്ന് ഉപയോഗിക്കുന്നത് സർജിക്കൽ ലൂപ്പുകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് അവിടെ ഒരു കാഴ്ച കുറച്ചുകൂടി വളരെ മാഗ്നിഫൈഡ് ആയിട്ട് വെളിവാകുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ സർജിക്കൽ ലൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ മൈക്രോസ്കോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടോ നമുക്ക് ഇത്തരത്തിലുള്ള മോണ നഷ്ടപ്പെട്ട ഭാഗങ്ങളിൽ നമുക്ക് അണ്ണാക്കിൽ നിന്നോ അല്ലെങ്കിൽ തൊട്ടടുത്ത പല്ലിൻ്റെ ആരോഗ്യമുള്ള മോണയിൽ നിന്നോ ദശ സന്നിവേശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇത്തരത്തിൽ ചെയ്യുന്ന പല പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ചേർത്ത് പറയുന്നതാണ് മ്യൂക്കോജിഞ്ചൈവൽ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ചില ആൾക്കാരിൽ ഇപ്പോൾ പല്ലുകൾ വയ്ക്കാനാണെന്നുണ്ടെങ്കിൽ മോണയുടെ ആ ഒരു വ്യാസം കുറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഡെഞ്ചറുകൾ കൃത്യമായിട്ട് പ്രത്യേകിച്ച് കീഴ്ത്താടിയിലെ മുൻനിര പല്ലുകളുടെ ആ ഒരു ചുറ്റുമുള്ള ആ ഒരു ഏരിയ കുറച്ചുകൂടി ഒന്ന് വികസിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ പറയും വെസ്റ്റിബ്യുലോപ്ലാസ്റ്റി എന്ന് പറയും. അതായത് ആഴം കുറഞ്ഞ വെസ്റ്റിബ്യൂൾ ആണെന്നുണ്ടെങ്കിൽ ആ പല്ല് ഇറങ്ങിയിരിക്കാനായിട്ട് ആ വെസ്റ്റിബ്യൂൾ എന്ന് പറയുന്നത് നമ്മുടെ കീഴ്ചുണ്ടിൻ്റെ ഉള്ളിലുള്ള ഭാഗത്തിന് കുറച്ചുകൂടി ആഴം കൂട്ടുന്ന തരത്തിലുള്ള പ്രക്രിയകളും ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മോണയിലുള്ള ആ ഭാഗത്തിലൊക്കെ തന്നെ നമുക്ക് മ്യൂക്കോജിഞ്ചൈവലായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ തന്നെ പരിഹരിക്കാൻ സാധിക്കും. അപ്പോൾ മൈക്രോ സർജറിയുടെയും ലേസേഴ്സിൻ്റെയൊക്കെ ഉപയോഗം ഇത്തരത്തിലുള്ള ഒരു ചികിത്സയുടെ ദൈർഘ്യം കുറയ്ക്കാനും അതോടൊപ്പം തന്നെ അത് വളരെ സൂക്ഷ്മതയോടെ വളരെ ആക്യുറേറ്റ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നു. നമസ്കാരം.